എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്നോട് ഇനി പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുവാണ്. ഞാനും ചാച്ചനും ഇപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കരുത്. ചാച്ചനോട് കാല് കാണിക്കാൻ വേണ്ടി ഡോക്ടർ കിട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്നോട് ചാച്ചൻ്റെ കാലയുടെ വെരിക്കോസുണ്ട്. അപ്പോൾ അതിപ്പോൾ പഴുത്ത് കിടക്കുക. അപ്പോൾ ചാച്ചനക്കാണെങ്കിൽ 5 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും ചാച്ചനും ഇപ്പോൾ പോയിട്ട് ഡോക്ടറെയും കണ്ടിട്ട് ചന്തയിലെയും കയറിയിട്ട് വരാൻ വേണ്ടിയാണ് പോകുവാൻ. അപ്പോൾ നമ്മളോട് കൂടുതൽ പോകാൻ വേണ്ടി വരാമോ? 15 വർഷത്തേക്ക് മുൻപേ ആണോ ഈ മീനിങ്? 15 അത് ചുമല കളറിൽ ഈത്തപ്പഴമാണോ ചാച്ചൻ? ചാച്ചൻ ഒരു പാട്ട് പാടുമോ? ചായ കുടിച്ചിട്ട് പാട്ട് മതിയോ? സുഖിയനുണ്ടോ ഇവിടെ? സുഖിയനുണ്ടോ ചേട്ടാ? സുഖിയനുണ്ടോ? സുഖിയൻ ഒരു മുളക് ബജിയും ഒരു ഉള്ളിവടയും എടുത്ത്. ഞാൻ സാധാരണ അങ്ങനെ കളിക്കാറില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ മനസ്സ് വന്നാൽ മാത്രം ഇങ്ങനെ കളിച്ചു. പക്ഷെ ഇവിടുത്തെ മുളക് ബജയും ഉള്ളിവടയും ഭയങ്കര സൂപ്പർ ടേസ്റ്റാ. ഇത് ഉള്ളത് മധുമൂലയിലയാ. മധുമൂലയിലെ ഒരു ചെറിയ കടയാണ് ഉള്ളത്. കാണിക്കാവേ കട? കണ്ടോ? ഇതാണ് കട. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുമൂലയിലെ അകത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വന്നിട്ട് ഉറപ്പായിട്ടും കളിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഞാൻ മുഴുവൻ കഴിച്ച അവിടെ ഇരുന്ന് എത്ര സുഖിയൻ കളിച്ച? ഒരെണ്ണം മനമേ തുതികളിലുന്നതനെ നാൾ തോറും ചെയ്യുന്ന നന്മകളോ പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും ശൈലമവൻ സങ്കേതവും കോട്ടയുമാ നമതാനമായി കിടന്നുറങ്ങാ എൻ്റെ മാർവിൽ ദിനം ദിനമാ, എൻ്റെ മാർവിൽ ദിനം ദിനമാ. ശ്രുതി ശ്രുതിയൻ മനമേ ശ്രുതികളിലുന്നതനെ നാൾ തോറും ചെയ്യുന്ന നന്മകളോ പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. അത്ര മതി. താങ്ക് യു. 260 കിലോ 100 രൂപയ്ക്ക്. അയ്യോ, ഞാൻ പറയുന്നത് മനസ്സിലായില്ല. ഇത് എന്തൊക്കെ എടുക്കുവാ? എന്തിനാ? ഇരിക്കലി ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഓരോന്നെടുത്ത് ചെയ്യണം. ഇങ്ങനെ ചെയ്യണം. നല്ല വൃത്തിയാകും. ഓരെല്ലാം പോയി എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ ഒരെണ്ണം വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു കെട്ടി അതുപോലെ കെട്ടു അല്ലേ? അതിന്റെ പേരെന്തുവാ അമ്മേ? ചൂളു. ഒരു ചൂളു 100 ചൂളു. ചൂള് വേണമെങ്കിൽ മൂലേ പുതുവെല്ലവാ അല്ലേ? ഒരു ചൂള് 100 രൂപ.
ഇത് പിന്നെ ഉണങ്ങണോ അമ്മേ? അത് പിന്നെ ഉണങ്ങിക്കോളും. ആ അമ്മയ്ക്ക് പനി വന്ന അമ്മ ക്ഷീണിച്ചേട്ടോ. എത്ര ഒരു മാസം കഴിഞ്ഞില്ല പനി കൂടെ വിട്ടു മാറുന്നില്ലേ. പനി വന്നാൽ മാറുന്നില്ല അമ്മ. എനക്കും കണ്ടില്ലേ ചുമയൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ചുമയൊന്നുമില്ല. ചൂടുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാ അമ്മ പറയവേ? ഇത് ഓല. ഓല. എല്ലാവരും പറയൂല്ലേ തലയിൽ ഓലയാണോ ചോദിക്കുന്നത്? ഇതാണോ തലയിൽ ഓലയാണോ ചോദിക്കുവല്ലേ? തെങ്ങിന്റെ ഓല. തെങ്ങിന്റെ ഓല അതിങ്ങനെ കുത്തിക്കീറി എടുക്കുമ്പോ ഈർക്കല്. ഓല കളഞ്ഞ് ചീർക്കല് ചീകി ചൂലാക്കും. ഈർക്കല് ഇങ്ങനെ ചീകി ചൂലാക്കും. ഒരു ചൂല് 100 ആക്കും അല്ലേ അവേ? പിന്നെ ഇതെന്തെടുക്കൂ? ഈ അടുപ്പിലിടുവോ? ഇത് അടുപ്പിലിടുവോ? സുഞ്ചാണിയോ? ഗ്രാമത്തിലൊരു ജീവിതം പറഞ്ഞാലല്ലേ നമുക്ക് എല്ലാം കിട്ടും. തേങ്ങ കിട്ടും, പോളയില്ല ഓല. ഓല കിട്ടും. പിന്നെ ഓല കൊണ്ടുവന്നിട്ട് അതിൽ ഇരിക്കിലി എടുത്തിട്ട് ഇരിക്കിലി ചൂലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആ ചൂല് 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട് ഗ്രാമത്തിലൊരു ജീവിതം പറഞ്ഞാൽ. പക്ഷെ മടിച്ച് പിടിച്ചുകൊണ്ട് നിന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മടിച്ച് പിടിക്കാമ ഇങ്ങനെ കിട്ടുന്നത് എണ്ണതരിക്ക് എടുത്തിട്ട് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ശരിക്കും നമുക്കൊരു 100 രൂപ 200 500 രൂപയൊക്കെ കിട്ടും. നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോൾ അത് കുറേ തേങ്ങ വരും ഈ ആട്ടിലിരുന്ന്. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ആ തേങ്ങ എടുത്തിട്ട് ഞങ്ങൾ അത് വെച്ചിട്ട് തേങ്ങ ആട്ടും, കൊപ്പറ ആട്ടും ഒക്കെ ചെയ്യും. അതുപോലെ കുറേ വിറകുകൾ വരും. ഒരു 6 കീട്ട ഉള്ള ജീവിതം പറഞ്ഞാൽ അത് വേറെ ഒരു ലെവലാണ്. എനിക്കാണെങ്കിൽ എന്നോട് മുളയപുതുവൽ ഗ്രാമം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വേഗമായി കാണാം.